പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ യേശുവേ, ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരുമിച്ച് കൂടുവാനും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അല്പസമയത്തേക്ക് ദൈവവചനം, ദൈവചിന്തയിലേക്ക്, നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ദൈവം തന്ന വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ച് നാളായി ചില സാഹചര്യങ്ങളിൽ എനിക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ദൈവം ഇന്നൊരു ദിവസം എനിക്കായി മാറ്റിവെച്ചു തന്നു. അതിനെ ഓർത്ത് ദൈവത്തെ വീണ്ടും സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സുവിശേഷകരെയും, എന്ന് വേണ്ട ദൈവവചന പ്രഘോഷണത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് അല്പസമയം ഒരു വേദഭാഗം എടുത്ത് സംസാരിക്കുവാനും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനുമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തനാക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന എനിക്ക് കൂട്ടായിരിക്കണമേ. ആ ഒരു കൂട്ടായ്മയിൽ കൂടി നമുക്ക് വളരാൻ കഴിയുള്ളൂ. എൻ്റെ ബലമോ എൻ്റെ ശക്തിയോ അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനയും എന്നെ വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് 1 ശമൂവേൽ 1:15 നമ്മൾ വായിച്ചു തരും. 1 ശമൂവേൽ 1:15. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്ര ചെയ്തത്. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഇതിന്റെ ബാക്കി സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ പ്രത്യേകിച്ച് അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. അതിനകത്ത് 2 വാക്കുകളാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 1 ശമൂവേൽ 1:15 ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. റേച്ചേട്ടൻ സംസാരിച്ചപ്പോഴും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് ടെൻഷനെ പറ്റിയാണ് ഒരു 1-2 ഭാഗങ്ങൾ കടന്നുപോയത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയായിരിക്കാം ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ഡിപ്രഷൻ, അല്ലെങ്കിൽ മനോവ്യസനം, അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഓരോരോ വ്യക്തികളിലേക്കും കടന്നു വരുന്നത്. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാലും, എവിടെ നോക്കിയാലും, വ്യക്തിപരമായാലും കുടുംബമായാലും സമൂഹമായാലും രാഷ്ട്രമായാലും ലോകത്ത് എവിടെ നോക്കിയാലും ഇന്ന് മനസ്സിൻ്റെ അസ്വസ്ഥതകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. അപ്പോൾ ദൈവസന്നിധിയിൽ അവളുടെ പ്രാർത്ഥനയും അവളുടെ സംസാരവും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് മെന്റൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മനോവ്യസനം കടന്നു വരാനുള്ള കാരണങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് അതിന്റെ പരിഹാരം വിശുദ്ധ ബൈബിളിൽ കൂടി തന്നെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മെഡിക്കൽ ടേംസിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. കഴിയുന്നതും വിശുദ്ധ ബൈബിൾ തന്നെ ആശ്രയിക്കാനാണ് ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത്. അപ്പോൾ 1 ശമൂവേൽ 1:15 ഞാൻ കുറച്ച് വേദഭാഗങ്ങൾ കൂടുതലെടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കുറിച്ചെടുക്കാൻ ഒരവസരം കൂടി തരാം. ഞാൻ നിർത്തി തന്നെ പറഞ്ഞു പൊക്കോളാം. അപ്പോൾ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അപ്പോൾ മെന്റൽ ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ നമുക്ക്, അല്ലെങ്കിൽ പലരും പറയാറുണ്ട് ഒരു മൂഡ്. അപ്പോ ഇതിനുള്ള കാരണങ്ങൾ, ഒരു വ്യക്തിയിലേക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ മാനസിക അവസ്ഥ കടന്നു വരുന്നത് ഏതെല്ലാം രീതിയിലാണ്, അതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഗർഭധാരണത്തിന് മുമ്പ് ഒരു വ്യക്തിയിലേക്ക് യിരെമ്യാ 1:5 പറഞ്ഞിരിക്കുന്ന ഒന്ന് നോക്കാം. യിരെമ്യാ 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. മതി. അപ്പോൾ മെഡിക്കൽ സയൻസിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഗർഭധാരണത്തിന് മുമ്പേ, അതുകൊണ്ടാണ് ബൈബിളിലും അതുപോലെ എല്ലാ പുസ്തകങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാക്രമങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്ന വിവാഹ ജീവിതത്തിന് മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു പുത്രോത്പാദനം അല്ലെങ്കിൽ സന്താനോത്പാദനം നടത്തണമെന്ന് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് സ്ത്രീയുടെയും പുരുഷന്റെയും അല്ലെങ്കിൽ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാനസിക വികാരങ്ങൾ എന്തായിരിക്കുമോ അതവൻ്റെ ലൈഫ് ലോങ് ആയിരിക്കുമെന്ന് ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നീ ഉദരത്തിൽ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ഒരു വ്യക്തിയുടെ, അതാണ് നീ ഗർഭാശയത്തിൽ ഉരുവായതിനു മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന സങ്കീർത്തനങ്ങളിലും അതുപോലെ തന്നെ യിരെമ്യാവിലും എല്ലാം പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 139:16 കൂടി ഒന്ന് വായിച്ചു കേൾക്കാം.
ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ ആ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ശൂന്യമായിരുന്ന അവസ്ഥയിൽ പോലും നമ്മളെ ദൈവം കണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ മുതലേ ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥ തുടങ്ങുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. വീണ്ടും ജനനശേഷം എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. 6 നോക്കുമ്പോൾ 6 വാക്യമാണെന്ന് തോന്നുന്നു, ഒന്ന് വായിച്ചു നോക്കുക. 6 യഹോവ കയ്യനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? മതി, നിന്റെ മുഖം വാടുന്നത് എന്ത്? അപ്പോൾ ഒരു വ്യക്തി ജനിച്ചു വന്നതിന് ശേഷം അവന്റെ ആ മുഖം വാടാനുള്ള കാരണം സ്വർഗീയ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തന്നെ എന്ന് പറയാം, ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ആ മാതാപിതാക്കളുടെ അന്നത്തെ മാനസിക അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മളുടെ ചിന്തയ്ക്കോ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തെ പറ്റി നമ്മൾ വർണ്ണിച്ചാലൊന്നും ശരിയാവുകയില്ല. കാരണം സ്വർഗത്തിന്റെ ഒരു തുല്യതയുള്ള ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. ദൈവത്തോട് കൂടെ നടന്നിരുന്ന അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഉണ്ടായതിനു ശേഷമുള്ള സന്തതിയാണ് കായീൻ. അപ്പോൾ അവന്റെ ആ മുഖം വാടിയിരിക്കുന്നത് നമുക്കൊന്ന് കാണാൻ കഴിയും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഗർഭാശയത്തിൽ വെച്ചുള്ളതും കൂടി ഒന്ന് നമുക്ക് പഠിക്കാം. ലൂക്കോസ് 1:41 എന്ന് വായിച്ചാൽ നന്നായിരിക്കും. ലൂക്കോസ് 1:41. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. അതെ, അപ്പോ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ആ ശരീരത്തിൽ, അല്ലെങ്കിൽ ആ യൂട്രസിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആത്മാവ് യേശു മറിയ എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ അവിടെ തുള്ളിച്ചാടിയതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. യെശയ്യാ 49:1 അത് കുറച്ചുകൂടി നന്നായി പറയുന്നുണ്ട്. യെശയ്യാ 41. അപ്പോൾ ഗർഭാശയത്തിൽ വെച്ചും മനുഷ്യഭൂണത്തിന്, അല്ലെങ്കിൽ 28 ദിവസം കഴിഞ്ഞാൽ അതിന്റെ മാതാവിനെയും പിതാവിനെയും കുഞ്ഞിനെ തിരിച്ചറിയാമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതുപോലെ യെശയ്യാ 49:1 ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പിൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കെ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. മതി. അപ്പോൾ അവിടെ എല്ലാം ദൈവത്തിന്റെ കണ്ണ നമ്മളിൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് വിശുദ്ധ വചനം നമുക്ക് സാക്ഷ്യം തരികയാണ്. ഇതിനുശേഷം ജനനശേഷമാണ് 4:6 പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഒരു സ്വർഗീയ അനുഭവത്തിൽ നിന്ന് മാറ്റം വന്ന് ഭൂമിയിലേക്ക് ശപിക്കപ്പെട്ടതായ, അല്ലെങ്കിൽ ആദാമ്യ പാപം മൂലം നമ്മൾ പിറന്നു വീണിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും പല വിധത്തിലുള്ള കാരണങ്ങളുണ്ടാവാം. ഇനി ഒരു ഡിപ്രഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഔട്ട് ഓഫ് മൂഡെന്ന്, അല്ലെങ്കിൽ ഒരു സുഖമില്ലാന്ന്, അല്ലെങ്കിൽ നമ്മളൊക്കെ പല ഭാഷയിൽ പല രീതിയിലും പറയും. ഇന്ന് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്കതിൻ്റെ ഒരു ചെറിയ ലക്ഷണങ്ങൾ കുറച്ചു കൂട്ടം ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചോളാം. പലരും പറയാറുണ്ട് ഇന്നൊരു മൂഡില്ല, ഉത്സാഹമില്ലായ്മ, ഒരു കാര്യത്തിനും പഠിക്കുവാനുള്ള ഉത്സാഹമില്ലായ്മ, പ്രാർത്ഥിക്കാൻ ഉത്സാഹമില്ല എന്ന് വേണ്ട ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ അവനൊരു ഉത്സാഹമില്ലായ്മ കാണുന്നുണ്ടെങ്കിൽ, അത് സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ്റെ ഒരു സിംറ്റമാണ്. അപ്പോൾ അതുപോലെ പഠിത്തത്തിൽ ശ്രദ്ധിക്കില്ല കുട്ടികൾ. അതുപോലെ തന്നെ പലരും ഇപ്പോൾ പറയുന്നുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന്. ഈ ഹൈപ്പർ ആക്ടിവിറ്റി മനസ്സിൻ്റെ ഒരു ഡിപ്രഷൻ്റെ, അല്ലെങ്കിൽ ഒരു മനോവൈകല്യമാണ് കാണിക്കുന്നത്. സ്കൂളിൽ ചെന്നാൽ കുട്ടികൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ക്ലാസ്സിൽ ടീച്ചറെ നോക്കിയിരിക്കേണ്ടതിന് പകരം ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുന്ന കുട്ടികളെയും ക്ലാസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന വിദ്യാർത്ഥികളെ ഒക്കെ നമുക്കൊന്ന് കാണാൻ കഴിയും. അവിടെ എല്ലാം അതിൻ്റെ ജനന സമയത്തുണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പല കുട്ടികളിലും ഇന്ന് കാണുന്ന ഒരു വ്യത്യാസമാണ്, സ്നേഹക്കുറവാണ് അവിടെ എല്ലാം കാണുന്നത്. അതുപോലെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾ വേണ്ട എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഒരെണ്ണം ഉണ്ടായി, അടുത്തതിനെ പെട്ടെന്നുണ്ടായി കഴിഞ്ഞാൽ അതിനെ അബോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം മാനസിക വൈകല്യങ്ങൾക്ക് കാരണമാകുമെന്ന് ഓർപ്പിച്ചോട്ടെ. അതുപോലെ പഠിത്തത്തിൽ ശ്രദ്ധമില്ലായ്മ, അതുപോലെ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവില്ല. ചിലർക്ക് അത് കൃത്യമായിട്ട് കഴിക്കാൻ പറ്റില്ല, ചിലർക്ക് അമിതമായ ഭക്ഷണം കഴിക്കും. ഈ രണ്ടും കാണുന്നുണ്ട്. ഒന്നുകിൽ ആഹാരത്തോട് വിരക്തി, അല്ലെങ്കിൽ ആസക്തി. അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ എപ്പോൾ നോക്കിയാലും ക്ഷീണം, കിടക്കണം എന്നുള്ളൊരു പ്രത്യേകത പലരിലും അത് കണ്ടുവരുന്നു. സ്ഥിരം റെസ്റ്റ് എടുക്കണം എന്നൊരു തോന്നൽ. അതുപോലെ തന്നെ ലോസ് ഓഫ് വെയിറ്റ്. ഈ ലോസ് ഓഫ് വെയിറ്റ് പറയുമ്പോഴാണ് മാറി മാറി വരുന്ന വേദനകൾ. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും പലരും പറയാറുണ്ട്, എനിക്ക് ഇന്ന് തലവേദനയാണെങ്കിൽ നാളെ വയറുവേദന, ചെസ്റ്റ് പെയിൻ, അല്ലെങ്കിൽ കൈകാലുകളുടെ വേദന. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിത് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഞാൻ പിന്നീട് പറയാം. അതുപോലെ തന്നെ ആത്മഹത്യാ ചിന്തകൾ, ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ.
പിന്നെ മാരകമായ രോഗത്തിന് അടിമയാണോ എന്ന് നമുക്ക് തോന്നും. ഞാൻ മരിച്ചു പോകുമോ എന്നുള്ളൊരു ആങ്സൈറ്റി, അങ്ങനെ എന്തിനും ഏതിനും നിസ്സാര കാര്യത്തിന് അവരെ ഭയങ്കരമായിട്ട് ടെൻഷൻ പിടിക്കുന്ന, അതുപോലെ മനോബലമില്ലായ്മ. അപ്പോൾ ഇത് നമ്മൾ മെഡിക്കൽ സയൻസിൽ ബ്ലഡ് നോക്കിയാലും എക്സ്റേ നോക്കിയാലും ECG നോക്കിയാലും സ്കാനിങ് അല്ലെങ്കിൽ MRI നോക്കിയാലും ഇതൊന്നും കിട്ടുകയില്ല, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ രോഗം കഴിഞ്ഞിട്ട് സമയവുമില്ല. ആ ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ഇത്രയും സിംറ്റം. ഇതൊക്കെ കൂടാതെ തന്നെ ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നോക്കാവുന്നതാണ്. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കും, ദീർഘശ്വാസം വിടുക. അതൊരു പ്രത്യേകതയാണ്, നമ്മൾ പലരിലും ശ്രദ്ധിച്ചാൽ കാണും. അതിൻ്റെ ഒരു ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞു വരിക, അതിനെ എതിർക്കാനുള്ളൊരു ഇതും കൂടി പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോക്കോളാം. നമ്മൾ ദീർഘശ്വാസം എടുത്തിട്ട് മൂക്കിൽ കൂടി തന്നെ നമ്മൾ വിടാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം പൈശാചിക ബന്ധനമാണെന്ന് തറപ്പിച്ചു പറയാനാണ് ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലേക്ക് കിടക്കുന്ന ശ്വാസം വായിൽ കൂടി വളരെ ഫോഴ്സിലൊന്ന് പുറത്തേക്ക് വിടാമെങ്കിൽ അവിടെ അന്ധകാര ശക്തിക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു സൈക്കോളജി കൂടി അതിനകത്തുണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കണം. നേരെ ഉള്ളിലേക്ക് ദീർഘശ്വാസം എടുക്കുന്ന വ്യക്തി അതിനെ പുറമേക്ക് നല്ല ശക്തിയിൽ ഊതിവിട്ട് കഴിഞ്ഞാൽ അത് ഒത്തിരി മാറ്റം കാണിക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കുവാണ്. ഇനി നമുക്കിത് എന്താണ് ഇങ്ങനെയെല്ലാം വരുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. യെരമ്യാ പ്രവചനം 4:18. നിന്റെ നടപ്പും പ്രവൃത്തികളും ഹേതുവായിട്ടത്രേ ഇവ നിനക്ക് വന്നത്. ഇത്ര കയ്പായിരിക്കാനും നിന്റെ ഹൃദയത്തിന് തട്ടുവാനും കാരണം നിന്റെ ദുഷ്ടത തന്നെ. അതെ, നമ്മുടെ പ്രവൃത്തി അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ആ ഒരു ജീനിൽ വന്നിരിക്കുന്ന തലമുറകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏതാണെന്ന് യാതൊരു സംശയവുമില്ലാതെ നമുക്കത് വിശുദ്ധ ബൈബിളിൽ നിന്ന് സാക്ഷീകരിക്കാൻ കഴിയും. ഞാൻ മുകളിൽ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി വിട്ടുപോയി പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വന്നതാണ്. എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം പോലെ, എന്നാൽ അപസ്മാരമല്ലാതാനും ചിലര് പെട്ടെന്ന് പിടഞ്ഞു വീഴുന്നത് കാണാം. അതെല്ലാം ഈ സിംറ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഞാൻ ഓർപ്പിക്കുന്നു മാത്രം കേട്ടോ. യേശുവേ സ്തോത്രം. എൻ്റെ ദൈവമേ, മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട്, ദൈവവചനങ്ങളിലേക്ക് ഞാൻ വീണ്ടും കിടക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു. എന്താണ് ഇതിൻ്റെ റെമഡി? നമുക്ക് വിശുദ്ധ വചനം അല്ലെങ്കിൽ ഇന്ന് ഈ കാണുന്നതായ അപ്പോൾ തെറ്റായ പ്രേമബന്ധങ്ങൾ ഇതിനകത്ത് എല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി കാണാൻ കഴിയും. അവിടെ താമാറിൻ്റെ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും. 2 ശമൂവേൽ 13:4. 2 ശമൂവേൽ, അതാണ് ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞു വിട്ടുപോയത്. 2 ശമൂവേൽ 13:4. അവൻ അവനോട്, നീ 4 നാൾ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നു എന്ത് രാജകുമാര, എന്നോട് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. മതി, ആ സാഹചര്യം നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക, അറിയാമല്ലോ. അപ്പോൾ അവിടെയെല്ലാം തെറ്റായ പ്രേമബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രേമ നൈരാശ്യങ്ങൾ ഇതെല്ലാം അവിടെ വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഒരു വ്യക്തിയെ ബാധിക്കും. അതുപോലെ തന്നെ ഇന്ന് യുവതലമുറകളിൽ ആളിപ്പടർന്നു പിടിച്ചിരിക്കുന്ന ക്യാൻസറിനേക്കാളും മാരകമായിട്ട് കാണുന്നതായ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് മറ്റ് യാതൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടും പ്രയോജനമില്ല. ദൈവവചനത്തിന് മാത്രമേ അവരെ മോചിതരാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യേശുവേ, അടുത്ത നമ്മുടെ റെമഡിയിലേക്ക് നമുക്കിനി വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് ഈ കണ്ടീഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയും. നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ എന്ന് വേണ്ട കൗൺസിലിങ്, ഇത് ഒത്തിരി മേഖലകൾ സ്കൂളുകളിലും കോളേജുകളിലും ആശുപത്രികളിലും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഇതിനൊരു പരിപൂർണ പരിഹാരമില്ല. ശാശ്വത പരിഹാരം വരണമെങ്കിൽ എൻ്റെ യേശു, എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ. പുറപ്പാട് 15:20 പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. സങ്കീർത്തനങ്ങൾ 107:20 പറയുന്നു, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവവചനത്തിനല്ലാതെ, എൻ്റെ യേശുവിനല്ലാതെ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിന് മാത്രമേ ഇതിൽ നിന്നൊരു പരിപൂർണ മോചനം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. യെരമ്യാ 32:27. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ദൈവത്തിന് കഴിയാത്ത മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. അപ്പോൾ അവിടെ ഇപ്പോൾ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് യെരമ്യാ 6:14 നമുക്കൊന്ന് കണ്ണോടിക്കാം. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ഒരു സിമ്പിൾ ട്രീറ്റ്മെന്റ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
നമ്മളിപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും എല്ലാത്തിനും പരിഹാരമുണ്ടെന്ന് പറയും. പക്ഷെ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് അവിടെ നമുക്കൊരു ശാശ്വത പരിഹാരം കിട്ടുന്നില്ല. താൽക്കാലിക ശമനം കിട്ടുമായിരിക്കും, ഉറക്കമില്ലാത്തവന് ഉറക്കം കിട്ടുമായിരിക്കാം, പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. ഇതിനെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12, 14, 15 വാക്യങ്ങളിലേക്ക് നോടാം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന തെറ്റുകുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാനസികാവസ്ഥ. കാരണം മനുഷ്യ ഹൃദയത്തിന്റെ അതാണല്ലോ മുഖം വാടിയിരിക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ മനസ്സിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ. അപ്പോൾ അതിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. നമുക്ക് ആരോടെല്ലാം വെറുപ്പും വിദ്വേഷവും ഉണ്ടോ അതെല്ലാം മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടക്കുകയുള്ളൂ. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എത്രമാത്രം നോമ്പ് നോറ്റാലും ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും എന്ന് വേണ്ട എന്തൊക്കെ ചെയ്താലും നീ മറ്റുള്ളവരോട് ക്ഷമിക്കാഞ്ഞാൽ ദൈവസ്നേഹം ഇവിടെ കടന്നു വരില്ല. ദൈവസ്നേഹമില്ലെങ്കിൽ പരിഹാരമില്ല. അതാണ് ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹം മാത്രമേ നമ്മളെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. യാക്കോബ് 5:16 പറയുന്ന പോലെ, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പേൻ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആ ഒരു സ്വയം അതാണ് ഒരു യഥാർത്ഥ കുമ്പസാരം അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ. എനിക്ക് ആരോടെങ്കിലും ഇനിയിപ്പോൾ ഷാജനെ തന്നെ എടുക്കാം, വേറെ ആരെയും ഞാൻ എടുക്കുന്നത്, എനിക്ക് ഷാജനോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യമുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോയി അച്ഛനോട് കുമ്പസാരിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ കുമ്പിട്ടിട്ടോ നേർച്ച കാഴ്ച വഴിപാടുകൾ കഴിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ ഷാജനെ കണ്ട് ഞങ്ങൾ തമ്മിൽ രമ്യതപ്പെട്ടാൽ എന്നാണ് അത് മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുവനും മറ്റൊരുവനുമായിട്ട് ഓർക്കമുണ്ടെങ്കിൽ അവർ തമ്മിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് വേണം. അത് കഴിഞ്ഞ് നമുക്കൊരു മനസ്സാന്തരം വേണം, ഒരു പശ്ചാത്താപം വേണം. അതിനുശേഷം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വരുമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. യെരമ്യാ 17:9 ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്, അത് ആരറിഞ്ഞിരുന്നവൻ ആര്? ഇവിടെയാണ് കൗൺസിലിങ്ങിന്റെ അല്ലെങ്കിൽ ഹിപ്നോട്ടിസം പോലെയുള്ള പല ഇതിലും അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെ പിടിച്ചെടുക്കാമെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ഒരു യഥാർത്ഥ ഹൃദയത്തെ അറിയുന്നവൻ എൻ്റെ യേശു അല്ലെങ്കിൽ യഹോവയായ ദൈവം മാത്രമാണ്. ആ ദൈവ സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സിനെ പകരാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ വേറെ മറ്റ് യാതൊരു വിധത്തിലുള്ള ക്രിയകൾക്കും മറ്റുള്ളവൻ്റെ ഹൃദയം എനിക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. പക്ഷേ 100% അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയം കിട്ടണമെന്ന ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അവൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മൾ എവിടെ ഒളിച്ചാലും അവന് കണ്ടുപിടിക്കാൻ കഴിയും. ഈ ലോകത്തിലുള്ള നമ്മൾ പലരും പലയിടത്തും ഒക്കെ ഒളിച്ചു കഴിഞ്ഞാൽ പലർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ എൻ്റെ ദൈവത്തിന് എവിടെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഹൃദയത്തിൽ എന്തൊളിപ്പിച്ചു വെച്ചാലും അത് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് യാതൊരു വിഷവുമില്ല എന്ന് ഞാൻ ഓർപ്പിക്കുന്നതെന്ന് മാത്രം. അതാണ് മനസ്സിനെ ആരാഞ്ഞറിയുന്നത്. പിന്നെ ഇതിന് ഒരു 2-3 എക്സർസൈസ് പോലെയുള്ള കാര്യങ്ങൾ പല മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ബൈബിളിൽ കൂടി എന്ത് ചെയ്യാമെന്ന് കഴിയുന്നു. രാവിലെ നടക്കാനും ഇതെല്ലാം പറയാറുണ്ട്. പക്ഷെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുസരിച്ച് പോന്നിരുന്നത് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കാരണം ദാവീദ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സാഷ്ടാംഗം പ്രണാമിക്കുന്നത് ഇതെല്ലാം നമുക്ക് കാണാം. അത് വളരെ പ്രയോജനകരമാണ്. നമ്മുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കേൾക്കും. അതുപോലെ തന്നെ ഉപവസിക്കുക, ധ്യാനിക്കുക, അതുപോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ്. മാർക്കോസ് 11:29 പറഞ്ഞിരിക്കുന്ന 19 സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും. മതി. സന്ധ്യയാകുമ്പോൾ യേശു അത്രയും സമയം പട്ടണത്തിൽ അല്ലെങ്കിൽ എവിടെയെല്ലാം ആയിരുന്നാലും അവൻ സന്ധ്യയാകുമ്പോൾ പട്ടണം വിട്ടു പോകുന്നത് സ്വന്തം ഭവന അല്ലെങ്കിൽ അന്ന് യേശു എവിടെയാണ് വസിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സന്ധ്യയാകുമ്പോൾ മാതാപിതാക്കളും മക്കളും ടൗണിലേക്ക് ഇറങ്ങുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം, ലോത്ത് പട്ടണവാതിക്കലിരുന്നു എന്നും അബ്രഹാം
കൂടാരവാതിക്കലിരുന്ന് അവൻ്റെ ഭവനത്തിലാണ് ഇരുന്ന്. അതുപോലെ സന്ധ്യാസമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരു നേരത്തെ ആഹാരമെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാനുമുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ വലിയൊരു ദൈവാനുഗ്രഹമാണ്. അത് മനസ്സിന് ശാന്തി കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുത്ത് സന്ധ്യയാകുമ്പോൾ യേശു നഗരം വിട്ടു പോകുക എന്ന് പറഞ്ഞത്. അപ്പോൾ വീണ്ടും നമുക്ക് യെശയ്യാ 19 യിരെമ്യാ 4:14 ഒന്ന് കിടക്കാം. യിരെമ്യാ 4:14 നമ്മളിത് ചെയ്യണം. അത് ഞാൻ നീ രക്ഷിക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയുക. അതെ, നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത കഴുകിക്കളയുക. ആ ദുഷ്ടത കഴുകിക്കളഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർക്കട്ടെ. വീണ്ടും യിരെമ്യാ 32:27 പറഞ്ഞിരിക്കും, ഞാൻ സകല ജനങ്ങളുടെയും ദൈവമായ യഹോവയല്ലോ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടെന്ന്. ആ ഒരു വചനം നമ്മൾ മനസ്സിലേക്ക് ഉറപ്പിച്ചു വെക്കണം. എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ താഴ്മയോടെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ കലക്കമാണ് ഇതിനകത്തെല്ലാം കാരണം. ഉറച്ചൊരു വിശ്വാസം നമുക്കില്ല. നമുക്ക് ശക്തമായിട്ടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, അത് യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറയുന്നതായ എന്ത് കാര്യങ്ങളും നമുക്ക് തരണം ചെയ്യാൻ, അത് മതിൽ ചാടിക്കടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ എഫേസിന്റെ പ്രാർത്ഥന പോലെ അത് വിസ്താരത്തിലാക്കി തരാനും, അതുപോലെ തന്നെ നമ്മുടെ ഏത് കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അവിടെ ദൈവം ഒരു ശക്തമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. അതിന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. യിരെമ്യാ 33:6 വരുമ്പോൾ, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അവിടെയാണ് സമാധാനം നമുക്ക് തരുവാണ്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ അവിടെ രോഗശാന്തിയാണ് അവിടെ നമുക്ക് കാണുന്നത്. കാരണം ദൈവം രോഗശാന്തി തന്നാൽ അത് നമുക്കത് ശാശ്വതമായിരിക്കും. കാരണം യിരെമ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ കൂടുതൽ ഔഷധങ്ങൾ പ്രയോഗിക്കുന്ന വെറുതെ നിനക്ക് രോഗശാന്തി വരികയില്ല എന്ന്. യെശയ്യാ 19:22 വരുമ്പോൾ, യഹോവ മിസ്രയീമിനെ അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയെങ്കിലേക്ക് തിരികെയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് തന്നെ തോന്നുന്നത്. കാരണം ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയായിരിക്കണം. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, എപ്പോഴാണ് പിശുക്ക് ജീവിക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. കാശില്ലാത്തപ്പോഴാണെന്ന് പറയാറുണ്ട്. ഞാനതിന് വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ എത്രമാത്രം പിശുക്ക് പണം ധാരാളം കയ്യിലുള്ളപ്പോൾ പിശുക്ക് ജീവിക്കുകയാണെങ്കിൽ പണമില്ലാത്ത അവസ്ഥയിലേക്ക് വരില്ല. പണമില്ലാത്തപ്പോൾ പിശുക്കൻ്റെ ആവശ്യമില്ല, തന്നെ പിശുക്കിക്കോളൂ എന്ന് പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സന്തോഷത്തിലും മതിമറന്നിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഒരു നോക്ക് കാണാനോ അല്ലെങ്കിൽ ഒരു അധ്യായം വായിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ നമുക്ക് സമയമില്ല. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ സന്തോഷാവസ്ഥയിലും നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നവരായിരിക്കട്ടെ. യെശയ്യാ 19:22 വായിച്ചത്. 30:15. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം, എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല. അപ്പോൾ നമ്മൾ മനം തിരിയുക. ഒരു യു ടേൺ ആണ് നമുക്ക് ആവശ്യം. നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് 100% ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു ദൈവത്തിൻ്റെ നമ്മൾ നടക്കേണ്ടുന്ന വഴി, ഇപ്പോൾ നടക്കുന്നതായ വഴിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ നടക്കേണ്ടുന്നതായ ദൈവത്തിൻ്റെ വഴിയിലേക്ക് മനം തിരിഞ്ഞ് വരുന്നുവെങ്കിൽ നമ്മളുടെ ഡിപ്രഷനല്ല, മനസ്സിൽ എവിടെ എല്ലാം നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം ദൈവം നമ്മളെ കൈക്കൊള്ളും. അവൻ നമ്മളെ കാത്തുകൊള്ളും. അതിന് യാതൊരു സംശയവുമില്ല. യെശയ്യാ 38:17 സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് എന്റെ പ്രാണനെ നാശകുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ നമ്മൾ ദൈവത്തെ പഴി പറയണം. അത് സങ്കീർത്തനങ്ങൾ പറഞ്ഞിരിക്കുന്ന മാതിരി, കഷ്ടങ്ങൾ വന്നതെനിക്ക് നന്നായി നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ എനിക്ക് അവസരം തന്നുവല്ലോ എന്ന്. നമ്മൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ പിറുപിറുക്കാതെ, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് വന്നപ്പോൾ പിറുപിറുപ്പാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആ ഒരു പിറുപിറുക്കുന്ന അവസ്ഥയിൽ വരാതെ നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ സമാധാനത്തോടെ, സന്തോഷത്തോടെ, താഴ്മയോടെ, ദയയോടുകൂടി മറ്റുള്ളവരോടും സമൂഹത്തോടും സഹജീവികളോടും എന്ന് വേണ്ട എല്ലാവരോടും
കഴിയുന്നതും എല്ലാവരോടും സൗമ്യത ആചരിപ്പാൻ പറഞ്ഞിരിക്കുന്നത് പോലെ, നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചി ചേർത്തതായിരിക്കട്ടെ എന്ന് ലേഖനങ്ങളെ പോലെ ശ്രീ പറഞ്ഞിരിക്കുന്നത് പോലെ, നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം ആ ഒരു സമാധാനത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കിയെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സമാധാനത്തോടെ സംസാരിക്കുമ്പോൾ അവരും നമ്മളോട് സമാധാനത്തോടെ സംസാരിക്കും. അത് നമ്മുടെ മനസ്സിന് ശാന്തി വരുത്തും. ആ ഒരു സമാധാനം നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. യേശു നമ്മുടെ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ആ യേശു അവൻ കാൽവറി ക്രൂശിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് ഊറ്റിത്തന്ന് കബറടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റവനായ യേശുവിൻ്റെ ശക്തി എന്താണെന്ന് ഒരു വിധത്തിലും നമുക്ക് അളക്കുവാൻ കഴിയുകയില്ല. അതൊരു മെഷർമെന്റ് വെച്ച് വന്നാലും ഭൂമിയിലുണ്ടായിരുന്ന യേശുവിന് പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവിൻ്റെ പരിമിതികൾ നമുക്ക് ഒരു വിധത്തിലും ഒരു മെഷർമെന്റും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. നമ്മൾ ആദ്യം അറിയണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇനി ഏതെല്ലാം മരുന്നുകൾ കഴിച്ചാലും, ഏതെല്ലാം എക്സർസൈസ് ചെയ്താലും, എന്തെല്ലാം ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ക്രമീകരിച്ചാലും, ഇതിനെല്ലാം നമുക്കതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എൻ്റെ യേശു എനിക്ക് തരുന്ന സമാധാനം, ആ സ്വർഗീയ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് തരുന്നതായ സമാധാനങ്ങൾക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് പരിമിതികളാണ്. നമുക്ക് ചിന്തകൾ ഈ ലോകത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. ആ ഒരു ഗ്ലോറിയുടെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ദൈവ മഹത്വത്തിലേക്ക് നമുക്ക് വളരാൻ കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല, പ്രയാസങ്ങളില്ല, വെറുപ്പില്ല. അവിടെ രോഗവും ഇതെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിനെല്ലാം തരണം ചെയ്യുവാനുള്ള ഒരു ദൈവീക ശക്തി, ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് പ്രാവർത്തികമാക്കും. അതുകൊണ്ടാണ് യേശുവിനെ മുറുകെ പിടിക്കുക. യേശു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഈ പാനപാത്രമെങ്കിൽ നീങ്ങണമെന്ന് അപേക്ഷിച്ചപ്പോൾ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവനെ അത് പിന്മാറുകയല്ല ചെയ്തത്. സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ഇറക്കി അവനെ ശക്തിപ്പെടുത്തിയെന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. അതുപോലെ എബ്രായ ലേഖനം 1-ന്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കെല്ലാവർക്കും ഒരു ദൂതന്മാരെ അയച്ചു തന്നിട്ടുണ്ട് ദൈവം. ആ ദൂതനെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ആ ദൂതൻ നമ്മുടെ ഇടത്തും വലത്തുമുണ്ട്. ചില ആക്സിഡന്റുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പൊടി പോലും കിട്ടാതിരുന്ന ഒരു വ്യക്തിയെ പലരെയും ഒരു പോറൽ പോലെയാക്കാതെ ദൈവത്തിന്റെ ദൂതന്മാർ കാത്തുകൊള്ളുന്നതായിട്ട് പല അനുഭവങ്ങളും പലരും പങ്കുവയ്ക്കാറുണ്ട്. ദൈവമേ, അവിടെ എല്ലാം നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ദൈവത്തിന്റെ ഒരു പരിപാലനം, ആ ദൈവത്തിന്റെ കെയർ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എത്രമാത്രം നമ്മളെ ശ്രദ്ധിക്കേണ്ട എന്നല്ല, പക്ഷെ ദൈവത്തിന്റെ ശ്രദ്ധ എത്രമാത്രം നമ്മളെ കൈത്താങ്ങായിട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഉള്ളം കയ്യിൽ എടുത്ത് മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവ സ്നേഹത്തിലേക്ക് നമുക്ക് വളരുവാൻ കഴിയട്ടെ. ആ സമാധാനത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ വിശുദ്ധ ബൈബിൾ വചനവും അതുപോലെ ബൈബിൾ വായനയും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം സഹായിക്കും. യോഹന്നാൻ 14 ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളെ ഹൃദയം കലങ്ങിപ്പോകരുത്. എഫേസ്യ ലേഖനം 2:17 വരുമ്പോൾ, അവൻ വന്ന് ദൂരത്തായിരുന്നു, നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ഈ ലോകത്ത് സമാധാനം ഉൽപ്പത്തി മുതൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നും അത് തന്നെയാണ്, അത് മൂർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയെല്ലാം ആ യേശു ലോകത്തേക്ക് വന്ന സമാധാനത്തിന്റെ പ്രഭുവായിട്ട്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ആ ഒരു സമാധാനം. കാരണം ന്യായപ്രമാണവും യേശുക്രിസ്തുവും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഏകവാക്യമാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. എൻ്റെ സഹോദരനെ നിന്നെപ്പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ആ ഒരു സമാധാന പ്രഭുവാണ് നമ്മുടെ ഉള്ളിൽ വാഴേണ്ടത്. 2 പത്രോസ് 5:7 വരുമ്പോൾ, അവൻ നിങ്ങൾക്കായി കരുതുന്നയാകിയാൽ നിങ്ങളുടെ സകല ചിന്താലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 1 പത്രോസ് 5:7. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, എന്ന് വേണ്ട ഒരു നിസ്സാര പ്രശ്നം മുതൽ എന്ത് അവസ്ഥയിലാണെങ്കിലും, മാരകമായ രോഗങ്ങളാണെങ്കിലും എന്താണെങ്കിലും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വിശ്വാസക്കുറവാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം.
കാരണം എന്നെ താങ്ങുവാൻ ഒരാളുണ്ട് എന്നുള്ള ഒരു ബുദ്ധി നമ്മുടെ ആന്തരികമായ ഒരു മനസ്സിൽ, കാരണം നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം ആന്തരിക മുറിവുകൾ വ്യാപിച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം മാറ്റം വരുവാനായിട്ട് ദൈവത്തെ നമ്മൾ സദാസമയവും മുറുകെ പിടിക്കുന്നവരായിരിക്കും. ഒരു കൊച്ചു കുഞ്ഞ് തിരക്കുള്ള ടൗണിൽ കൂടി അല്ലെങ്കിൽ പട്ടണത്തിൽ കൂടി നഗരത്തിൽ കൂടി പോകുമ്പോൾ അവൻ്റെ കയ്യിൽ അവൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് യാതൊരു ഭയവുമില്ല. കാരണം എൻ്റെ നല്ലൊരു ഫുൾ സെക്യൂരിറ്റിയാണ് അവന് കിട്ടിയിരിക്കുന്നത്. ആ ഒരു അവസ്ഥയായിരിക്കണം നമുക്ക്. എന്നെ എൻ്റെ ദൈവം എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ സൈഡിൽ നിന്ന് എന്ന് വേണ്ട എല്ലാ വശത്തു നിന്നും എനിക്ക് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് സമീപിക്കുകയില്ല, അടുക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മാതിരി അന്ധകാര ശക്തികൾക്ക് പിശാച് പല വിധത്തിലുള്ള പോർവിളികൾ നമ്മുടെ നേരെ നടത്തുന്നുണ്ട്. അത് എവിടെ നിന്നെല്ലാം വന്നു കഴിഞ്ഞാലും ഒരു ദൈവപ്രഭയിൽ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവന് നമ്മളോട് അടുക്കാൻ കഴിയുകയില്ല. ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു ശക്തി ഉണ്ടെന്ന്, ദൈവവചനത്തിന് ശക്തി ഉണ്ടെന്ന്, ദൈവവചനത്തിന് ബന്ധനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ആ ദൈവവചനം ഉരുവിട്ടുകൊണ്ട് യേശുവിൻ്റെ രക്തമേനെ കഴുകി അവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു അസാമാന്യമായ ബുദ്ധിയാണ് അതിന് വേണ്ടത്. ഒരു അന്ധമായ വിശ്വാസമാണ് അവിടെ വേണ്ടത്. അന്ധവിശ്വാസമല്ല, അന്ധമായ വിശ്വാസം. കാരണം നമ്മൾ അത് കാണാത്തതിനെയാണ് വിശ്വസിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഫിലിപ്പിയർ 4:7 വരുമ്പോൾ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. അപ്പോൾ സമാധാനം നമുക്ക് യേശുവിൽ നിന്ന് മാത്രമേ വരുള്ളൂ. കാരണം നമ്മുടെ ബുദ്ധിക്ക് പല സമാധാനത്തിനുള്ള മാർഗങ്ങളും ഉണ്ട്. ഇപ്പോൾ പാട്ട് പാടുന്നവൻ പാട്ട് പാടി നോക്കും, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കും, അതെല്ലാം നല്ലത് തന്നെ. അതുപോലെ തന്നെ ചിലർ സിനിമ കാണുന്നു, മൊബൈലിൽ നോക്കുന്നു, അല്ലെങ്കിൽ മദ്യപിക്കുന്നവൻ മദ്യപിക്കുന്നു, പുകയ്ക്കുന്നവൻ പുകയ്ക്കുന്നു, ലഹരി ഇന്നത്തെ ലേറ്റസ്റ്റ് ഇതെല്ലാം, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനകത്തൊന്നും നമുക്ക് സന്തോഷം കിട്ടുകയില്ല. നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഫിലിപ്പിയർ 4:4 പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് പിന്നെയും പറയുന്നു. അവിടെ എത്രമാത്രം നമുക്ക് ദൈവത്തോട് കൂടിയിരിക്കാൻ കഴിയുമോ ആ ദൈവാശ്രയമായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിവർത്തി വരുന്നത്. അവൻ പൂർത്തീകരിക്കുന്നവനാണ്. സർവ്വതും പൂർത്തിയായി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെയും നിങ്ങളുടെയും നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ വിധത്തിനും പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയെന്ന്, അല്ലെങ്കിൽ ഇനി ഞാൻ വരുമ്പോൾ തീർക്കാമെന്ന് അല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വ്യക്തിപരം നമ്മളെ സംബന്ധിക്കുന്ന സകല വിഷയത്തിനും അവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ സാമ്പത്തികത ഓർത്ത്, നമ്മുടെ രോഗത്തെ ഓർത്ത് എന്ന് വേണ്ട, ഇവിടെ ഒന്നും നമ്മൾ പ്രയാസപ്പെടേണ്ട. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പോക്ക് വഴിയും അവൻ ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അപൂർവ കാര്യം പത്രോസിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ പോക്ക് വഴിയും അവൻ തന്നിരിക്കും. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. പക്ഷേ നമ്മുടെ മനസ്സ് പതറിപ്പോവുകയാണ്. അവിടെയാണ് നമ്മൾ ഈ ഡിപ്രഷനിലേക്ക് പോകുന്നത്. അപ്പോൾ വീണ്ടും 1 ശമൂവേലിലേക്ക് തന്നെ വരുമ്പോൾ അവിടെ ദൈവസന്നിധിയിൽ ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ അവർക്കൊരു പരിഹാരമുണ്ട്. ഒരു ശാശ്വത പരിഹാരം കിട്ടണമെങ്കിൽ അത് ദൈവസന്നിധിയിലേക്ക് തന്നെ പോകണം. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവസന്നിധിയിലേക്ക് പകരുക. വെള്ളം പകരുന്നത് പോലെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. എന്താണ് വെള്ളം പകരുന്നത് പോലെ എന്നുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് എടുത്ത് ഒരു കുപ്പിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുമ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ കിടക്കും. നേരെ മറിച്ച് ശുദ്ധമായ പച്ചവെള്ളം വെള്ളം അത് പകരുവാണെങ്കിൽ അത് ഗ്ലാസ്സിൽ ഒട്ടും, ആ വെസലിൽ അല്ലെങ്കിൽ ആ പാത്രത്തിൽ ഒട്ടും ഉണ്ടായിരിക്കുകയില്ല. അത് സമ്പൂർണമായിട്ട്, അത് പൂർണ്ണമായിട്ട്, അതുപോലെയാണ് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം നമ്മളുടെ പകർച്ച. അല്ലെങ്കിൽ അത് ദൈവസന്നിധിയിൽ അവിടെ നമ്മൾ യാതൊരു എക്സ്ക്യൂസും അല്ലെങ്കിൽ അവിടെ ഒഴിവുകഴിവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ദൈവമേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നെ കൊണ്ടിത് കഴിയില്ല, നിനക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നുള്ളത്, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നാൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത അനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത്. ആ ഒരു അനുഭൂതി എന്താണെന്നത് പറഞ്ഞറിയിക്കാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ, ദൈവ സമാധാനം നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മൾ വചനത്തിൽ പലയിടത്തും കാണുന്ന പോലെ അവൻ പറന്ന് നടക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് അവൻ മനോളം അല്ലെങ്കിൽ
പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന പോലെ സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് കാണുന്ന പോലെ നമ്മുടെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും. നമ്മുടെ ബോഡി ലൈറ്റ് വെയിറ്റ് ആവും. കാരണം നമ്മുടെ ബോഡിയിൽ ശരീരഭാരം കൂടുന്നത് നമ്മുടെ ദുർമേധസ് കൊണ്ട് മാത്രമല്ല, പൈശാചിക ബന്ധനം കൂടെ ഉണ്ടാണ്. അതുകൊണ്ടാണ് ചില ബന്ധനാവസ്ഥയിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കുമ്പോൾ നമ്മൾക്ക് ബോഡിക്ക് വെയിറ്റ് കുറഞ്ഞില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ശരീരത്തിന് ഭാരം കുറഞ്ഞതായ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. ആ ഒരു മനസ്സിന്റെ സൗഖ്യമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആ ഭാരം ഒഴിഞ്ഞു കിട്ടി. അപ്പോൾ അത് രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞ് ബാധ ഒഴിഞ്ഞ് നീ സൗഖ്യമായി പോവുക എന്ന് പറഞ്ഞതുപോലെ ആ ബാധ ഒഴിയണം. നമ്മുടെ ശരീരത്തിലേക്ക് എത്രമാത്രം ബാധകളാണ്, ലിഗ്യോന്റെ ഇതെല്ലാം കണക്ക് നമ്മൾ പഠിക്കുമ്പോൾ എത്രമാത്രം ദുർഭൂതങ്ങൾ നമ്മളെ മൊത്തങ്ങളുടെ കാര്യത്തിൽ 7 ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെയൊക്കെ ദേഹത്ത് എത്രയോ ഉണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ അത് ദൈവസന്നിധിയിലേക്ക് നമ്മൾ പ്രവേശിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് കൂടി നിന്ന്, പരിശുദ്ധാത്മാവ് നമുക്ക് ഏതെല്ലാം മാർഗത്തിലാണ്, കാരണം നമുക്കൊരു കാര്യസ്ഥനാണ്, ഒരു അംബാസഡറാണ്, നമ്മുടെ ഒരു അഡ്വക്കേറ്റാണ് എന്ന് വേണ്ട, നമ്മുടെ എല്ലാമാണ്. നീ ശ്വസിക്കുമ്പോഴും നീ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ന് വേണ്ട, ഒരു പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റുപറ്റിയില്ല. നമ്മുടെ ആലോചനയ്ക്ക്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ബന്ധുമിത്രാദികൾ ആരോട് ആലോചിച്ചാൽ അവിടെ എല്ലാം തെറ്റുപറ്റാം. പക്ഷേ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ അത് യാതൊരു കാരണവശാലും നമുക്ക് അവിടെ തെറ്റുപറ്റുകയില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു ഇഷ്ട സഹോദരനോട് അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് എന്ന് വേണ്ട, നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിനോടെന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാം മൂത്ത സഹോദരനായ യേശുവിനോട് നമുക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാം. ആ ഹൃദയഭാരം അവന്റെ ഉള്ളിലേക്ക്, അവന്റെ കാൽച്ചുവട്ടിലേക്ക് അല്ലെങ്കിൽ അവന്റെ കൈകളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. സകല ഭാരവും അവൻ വഹിച്ചുകൊള്ളുക, അതിന് യാതൊരു സംശയമുള്ള. ഈ ലോകത്തിന്റെ മുഴുവൻ ഭാരവും വഹിക്കാനായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അല്ലെങ്കിൽ എന്റെയോ നിന്റെയോ എന്നുള്ള പക്ഷപാതമില്ല. കാരണം നമുക്ക് വേണ്ടി അവൻ അവിടെ യഹോവയായ ദൈവത്തിന്റെ അടുത്ത് ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഇതിലേക്ക് നമുക്ക് കടന്നു വരണമെങ്കിൽ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ വളർത്തിയെടുക്കണം. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം എൻ്റെ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ആ യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ യേശു എനിക്ക് വേണ്ടി അത് പ്രവർത്തിച്ചു തരും. അതാണ് നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് ഇടവരുത്തട്ടെ എന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ സമാധാനത്തോടെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഒരു പുതിയ കൽപ്പനയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ആ സ്നേഹത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ആദ്യം ദൈവസന്നിധിയിലേക്ക്, അവിടെയാണ് നമ്മൾ ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത്. ക്രൂശിന് ഒരു ക്രോസ് ഉണ്ട്, അതിൽ ലംബമായിട്ട് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ദൈവവും ഭൂമിയും അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മുടെ സമീപത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരോടുള്ള ബന്ധം നമ്മൾ കാണിക്കുന്നു. ആ ദൈവസ്നേഹം ദൈവത്തോടും നമ്മളോടും, അതുപോലെ നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. അതാണ് ആ ക്രൂശിന്റെ വലിയൊരർത്ഥം. ആ ക്രൂശിലാണ് നമുക്ക് വേണ്ടി എൻ്റെ യേശു അവസാനത്തെ തുള്ളി രക്തം വരെ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്ന്, എനിക്ക് സൗഖ്യം വന്നു എന്നുള്ളൊരു ഉത്തമമായ വിശ്വാസം എനിക്ക് വേണം. അതല്ലാതെ നമ്മൾ മറ്റ് യാതൊരു കാര്യങ്ങളിലേക്കും നമുക്ക് കടന്നിട്ട് കാര്യമില്ല. യഥാർത്ഥ ഒരു സമാധാനം നമുക്ക് യേശു തരും. നമുക്ക് ആ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. യേശുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഞാൻ നിങ്ങളും എടുക്കപ്പെടണം. അല്ലെങ്കിൽ നമ്മളുടെ ഈ കൂടിവരവ് കൊണ്ടോ കൂടിക്കാഴ്ചകൾ കൊണ്ടോ ഈ പ്രഭാഷണങ്ങൾ കൊണ്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല. ജീവന്റെ പുസ്തകത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേരെഴുതി കാണണം. അതാണ് ഏറ്റവും വലിയ സമാധാനം. ആ ജീവന്റെ പുസ്തകത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേരുകൾ എഴുതി കാണുവാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനായിട്ട് ദൈവവചനത്തെ നമ്മൾ മുറുകെ പിടിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എത്രമാത്രം നന്മ ചെയ്യാൻ കഴിയുമോ, അതാണ് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടണം. ദൈവസന്നിധിയിൽ പ്രസാദകരമുള്ള സമാധാനമായിരിക്കണം. എൻ്റെ വ്യക്തിപരമായ സമാധാനത്തിന് വേണ്ടിയല്ല ഞാൻ ചെയ്യേണ്ടത്, ദൈവസന്നിധിയിൽ അത് തൃപ്തികരമാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുള്ളൊരവസ്ഥ നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആദ്യമിടത്തെ വേദഭാഗത്തിൽ തന്നെ അവൾ പിറുപിറുത്താൽ നിന്ന് അല്ലെങ്കിൽ മദ്യം കുടിച്ചു എന്ന് പുരോഹിതന് തോന്നി എന്നുള്ളൊരവസ്ഥയിലോ എന്തുമാവട്ടെ, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വെള്ളം പോലെ പകരുന്നതായിരിക്കണം. ആ പകർച്ച നമ്മുടെ മനസ്സിന്റെ ഭാരം അതിൻ്റെ കെട്ടഴിക്കും. അവിടെ നമ്മുടെ ഷുഗറും ബിപിയും കൊളസ്ട്രോളും എല്ലാം കുറയും. കാരണം നമ്മുടെ അസ്ഥികൾക്ക് ബലം വരും. കാരണം മനോധൈര്യമുള്ള അല്ലെങ്കിൽ സന്തോഷമുള്ള ഹൃദയം ഉത്തമ ഔഷധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അതുപോലെ
മൂന്ന് തലത്തിലും രോഗശാന്തി വരണം, അല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടണം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. അത് മറ്റുള്ളവർക്ക് പ്രസാദകരമായിരിക്കട്ടെ, ദൈവത്തിനും പ്രസാദകരമായിരിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ച ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ വായിച്ചു കേട്ടതായ ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഒന്നുകൂടി വിനീതമായി പറയുകയാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ബൈബിളിൽ നോക്കി റെഫറൻസ് എടുത്ത് അത് വായിച്ച് നമുക്ക് മനഃപ്പാഠമാക്കുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ പല രോഗികൾക്കും പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വശത്തെ എൻ്റെ പേപ്പറിൽ ഞാൻ ഈ കുറേ വചനങ്ങൾ എഴുതി കൊടുക്കാറുണ്ട്. പലരും പറയാറുണ്ട് അത് വലിയ ഒരു പരിഹാരമാണെന്ന്. യഹോവ വിജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറഞ്ഞതുപോലെ പുറപ്പാട് 15:26 തുടങ്ങുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ രക്തം നമ്മൾ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആ ശുദ്ധീകരണം കൂടാതെ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അതുപോലെ ഇത്രയും സമയം ദൈവവചനം കേൾക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ, അത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോരുത്തരോടും വ്യക്തിപരമായിട്ടും അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാന്വേഷണങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.